നമ്മളിപ്പോൾ എവിടെ പഠിച്ചാലും ഫിലിപ്പീൻസിൽ പഠിച്ചാലും യുക്രൈനിൽ പഠിച്ചാലും ചൈനയിൽ പഠിച്ചാലും റഷ്യയിൽ പഠിച്ചാലും നമ്മൾ ബാക്ക് ടു ഇന്ത്യ വരുമ്പം നമുക്ക് FMG എന്ന് പറയുന്ന നമുക്ക് ഒരു സൈഡ് പോസിറ്റീവായിട്ട് പോകുന്നവരുണ്ട്, ഒരു സൈഡ് നെഗറ്റീവായിട്ട് പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഈ നെഗറ്റീവായിട്ട് പോകുന്നവർ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെ തന്നെ ഹറാസ് ചെയ്യുന്നവരും ഉണ്ട്. ഇന്ത്യൻസ് തന്നെ മെയിൻലി ഇന്ത്യൻസ് ആണ് ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഹറാസ് ചെയ്യുന്നത്. അതിപ്പോൾ എവിടെ ചെന്നാലും അതിപ്പോൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ മലയാളികൾ മാത്രം അതുപോലെ തന്നെ ബ്രോ അവിടുന്ന് MBBS കഴിഞ്ഞു, 5.5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. ഇനി നാട്ടിൽ വന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട കടമ്പകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ എവിടെ പഠിച്ചാലും ഫിലിപ്പീൻസിൽ പഠിച്ചാലും യുക്രൈനിൽ പഠിച്ചാലും ചൈനയിൽ പഠിച്ചാലും റഷ്യയിൽ പഠിച്ചാലും നമ്മൾ ബാക്ക് ടു ഇന്ത്യ വരുമ്പം നമുക്ക് FMG എന്ന് പറയുന്ന ഒരു ലൈസൻഷ്യർ എക്സാം എഴുതാനുണ്ട്. ആ എക്സാം എഴുതണേ തന്നെ നമ്മൾ നീറ്റ് പാസ്സായിരിക്കണം. ആ നീറ്റ് ഈ ചില ഏജൻസികളൊക്കെ പറയും ഈ നീറ്റ് ഇല്ലെങ്കിലും ഞങ്ങൾ എബ്രോഡിലേക്ക് കൊണ്ടുപോകാം. അത് പക്ഷേ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന നീറ്റ് ഈ FMG ടെസ്റ്റ് എഴുതാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഒരു പേജിൽ നമ്മൾ ആ നീറ്റിൻ്റെ സ്കോർ കാർഡും ആ റോൾ നമ്പറും എല്ലാം നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് അതിന് അഡ്മിറ്റ് കാർഡ് വരത്തുള്ളൂ, ഈ FMG എഴുതാനുള്ള അഡ്മിറ്റ് കാർഡ്. ഇപ്പോൾ ഇന്ത്യ ജോലി ചെയ്യുന്നില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനാണ് US അതുപോലെ വേറെ ഏതെങ്കിലും കൺട്രി പോകാനാണെങ്കിൽ അവിടുത്തെ ടെസ്റ്റ് എഴുതിയാൽ മതിയായിരിക്കും. അതിന് ഈ നീറ്റ് വേണമെന്നൊന്നുമില്ല. പക്ഷേ ഇന്ത്യ ജോലി ചെയ്യാൻ നീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് FMG എഴുതാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഈ നീറ്റ് എന്ന് പറയുന്നത് നമ്മൾ +2 കഴിയുമ്പോൾ നമ്മൾ എഴുതേണ്ട സംഭവമല്ല. അതെ. അത് ആ സമയത്ത് തന്നെ ക്ലിയർ ആക്കണായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ? നീറ്റ് ആ സമയത്ത് തന്നെ ക്ലിയർ ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം പിന്നെ നമ്മൾ ഈ 5 വർഷം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിച്ചു വന്ന് നീറ്റ് എഴുതാനൊന്നും നമുക്ക് ടൈം കിട്ടിയെന്നോ അതിനൊക്കെ സാഹചര്യം വന്നെന്നോ വരത്തില്ല. ഓക്കെ ബ്രോ, നീറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും നമ്മൾ +2 കഴിയുമ്പോൾ എഴുതുന്ന എക്സാം അല്ലേ? അതെ. അത് അന്നേരം എഴുതണല്ലേ ഏറ്റവും നല്ലത്? ഏറ്റവും ബെറ്റർ നീറ്റ് അപ്പം തന്നെ ക്വാളിഫൈ ചെയ്തിട്ട് നമ്മൾ വെളിയിലോട്ട് പോകാനാണെങ്കിൽ തന്നെ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇതുപോലൊരു കടമ്പ ഉള്ളതുകൊണ്ട് ഈ FMG എന്ന് പറയുന്ന ഒരു കടമ്പ നമ്മൾ തിരിച്ചു വന്നിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ നീറ്റിൻ്റെ സ്കോർ കാർഡും വേണം, റോൾ നമ്പറും വേണം അല്ലേ? ഇപ്പം നമ്മൾ FMG എഴുതണ്ടല്ലോ, അപ്പം ഈ FMG എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മാത്രമാണോ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതോ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമോ? ഈ FMG എഴുതിയാൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിസിൻ പഠിച്ചാൽ മാത്രം പോരാ, നമുക്കൊരു ലൈസൻസ് കിട്ടണം. ഇപ്പം ഫിലിപ്പീൻസിൽ പഠിച്ചിട്ട് നമുക്ക് ഫിലിപ്പീൻസിൽ ലൈസൻസ് അവർ തരുന്നില്ല. നമ്മൾ ഇവിടെ വന്ന് ഇന്ത്യൻ ലൈസൻസ് എടുക്കണം. ഒന്നുകിൽ നമ്മൾ പഠിച്ചിടത്തെ ലൈസൻസ് കിട്ടണം. അതിപ്പം തൊട്ട് കൊടുക്കാൻ തുടങ്ങിയെന്നാണ് പുതിയ റൂൾ വെച്ച് പറയുന്നത്. പക്ഷെ അതിന് എന്ന് സാങ്ഷനായി വരുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ FMG ഞങ്ങളുടെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FMG ആണ് അടുത്ത്. ഈ FMG എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടി. അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ആ കൺട്രിയുടെ ടെസ്റ്റ് നമ്മൾ പാസ്സായിരിക്കണം, എന്നാലേ അവിടെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ USA ആണെങ്കിലും UK ആണെങ്കിലും ഗൾഫ് കൺട്രീസ് ആണെങ്കിലും എല്ലാത്തിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൈറ്റീരിയ എക്സാംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഫിലിപ്പീൻസിൽ വർക്ക് ചെയ്യുന്നത്? ഈവൻ നമ്മൾ അവിടെ ആണല്ലോ 5 വർഷം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ ലൈസൻസ് കിട്ടാത്തത്? കാരണം അവിടുത്തെ പൊളിറ്റിക്സ് പരമായിട്ട് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള എന്തോ പ്രശ്നം, അതിപ്പോൾ എന്തോ റെഗുലേഷൻ പിന്നെയും വരുന്നുണ്ടെന്ന് പറയുന്നു അല്ലേ? ഓക്കെ, ഇപ്പം ബ്രോ ഫിലിപ്പീൻസിൽ 5.5 വർഷം നിന്നപ്പോൾ ബ്രോന് മറക്കാൻ പറ്റാത്ത ഒരു മോശം അനുഭവം എന്തായിരുന്നു ഫിലിപ്പീൻസിൽ? ഈവൻ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ വെളിയിലായിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സംഭവം? അപ്പം നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരും ഇല്ല അവിടെ. മെയിനായിട്ട് അറിയാമല്ലോ, വേറൊരു രാജ്യമാണ്. അവിടെ നമുക്ക് ബ്രോയ്ക്ക് തന്നെ അറിയാം, UK പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു സൈഡ് പോസിറ്റീവായിട്ട് പോകുന്നവരുണ്ട്, ഒരു സൈഡ് നെഗറ്റീവായിട്ട് പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഈ നെഗറ്റീവായിട്ട് പോകുന്നവർ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെ തന്നെ ഹറാസ് ചെയ്യുന്നവരും ഉണ്ട്. ഇന്ത്യൻസ് തന്നെ മെയിൻലി ഇന്ത്യൻസ് ആണ് ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഹറാസ് ചെയ്യുന്നത്. അതിപ്പോൾ എവിടെ ചെന്നാലും അതിപ്പോൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ മലയാളികൾ മാത്രം അതുപോലെ തന്നെ ഇപ്പം ഫിലിപ്പീൻസ് ചെല്ലുമ്പോൾ അതുപോലെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന അതൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ബ്രോ മടിക്കണ ഒരു കാര്യം വേണ്ടി ഞാൻ ഓപ്പണായിട്ട് പറയാം. നമ്മൾ വിചാരിക്കും കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അലമ്പായി പോകും, ഇവിടെ ഡ്രഗ്സിൻ്റെ എഫക്റ്റ് കൂടുതലാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇൻ്റർനാഷണൽ കൺട്രീസിൽ പോകുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടക്കാം. ഇതെല്ലാം ഇപ്പം UK സംബന്ധിച്ചോളം എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ അതിൽ നിന്ന് എത്രത്തോളം മാറി നിൽക്കണമെന്നുള്ളതാണ് അവിടുത്തെ ഒരു ഫാക്ടർ വന്നത്. ഇപ്പോൾ ഫിലിപ്പീൻസിനെ പറ്റിയും എല്ലാം എങ്ങനെയാണ്? ഓപ്പൺ ആണോ അതോ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അവിടുത്തെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്പീൻസ് ഒരു ദരിദ്ര രാഷ്ട്രമായതുകൊണ്ട് തന്നെ അവരുടേതായിട്ട് ഈ ഗവൺമെൻറ് ഓൺ ചെയ്യുന്നതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പോപ്പുലേഷൻ്റെ മണ്ടയ്ക്ക് ഒരു കൺട്രോളും വലുതായിട്ടില്ല. അവർ ഈ അടിച്ചമർത്തലും മാത്രമൊക്കെ ഉള്ളൂ. റിച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് ഭയങ്കര പോഷും ഭയങ്കര റിച്ചും ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ ഒരു സൈഡ് ഭയങ്കര സ്ലമ്മാണ്. അപ്പം
അവിടെ തെഫ്റ്റ് കൂടുതലുണ്ടാകും. കാരണം ഈ ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് തന്നെ പിടിച്ചുപറിയും കൂടുതലാണ്, ഈ മോഷണവും കൂടുതലാണ്. ഇപ്പം ഞങ്ങൾ വീടെടുത്തപ്പോൾ തന്നെ അവിടെ 2-3 വട്ടം കള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഉണർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ആ സമയത്ത് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ബഹളം വെക്കുമ്പോഴത്തേനും പുള്ളി ഇറങ്ങി ഓടും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ശരിക്കും ഒരു ചെറിയൊരു റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും റിസ്ക് ഉണ്ട്. നമുക്ക് ഇവിടെ ചെയ്യുന്ന പോലെ ഒന്നും വെളിയിലൊന്നും പോയി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഇനി ബ്രോയുടെ ഫ്യൂച്ചർ പരിപാടി എന്താണ്? ഇനി എൻ്റെ ഫ്യൂച്ചർ പരിപാടി FMG ആണ്. FMG എഴുതണം. FMG എങ്ങനെയും പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ MD എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഇച്ചിരൂടെ നല്ലത്. നമ്മൾ ഈ പഠിക്കാൻ പോയ തന്നെ ട്യൂഷൻ ഫീസ് ഈ SBI നിന്ന് ലോൺ എടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇവിടെ FMG എഴുതി ഇവിടെ FMG പാസ്സായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് MDയുടെ ടെസ്റ്റ് ഉണ്ട്. MDയുടെ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറാനും പറ്റും. അപ്പം MD പഠിച്ചിട്ട് നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൻ്റെ തക്കതായ വാല്യൂ ഉണ്ട്. നമുക്ക് പിന്നെ വേറൊരു കൺട്രിയുടെ ടെസ്റ്റ് എഴുതണ്ട. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്കിപ്പോൾ MD ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഇപ്പോൾ ദുബായി പോയാലും UK പോയാലും നമുക്കൊരു ജോലി ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ മാത്രം കിട്ടിയാൽ മതി. അവിടെ ഉള്ള ഇപ്പോൾ ഏത് ഹോസ്പിറ്റലാണേലും നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ വഴിയോ എങ്ങനെയും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ UK ഒരു ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബ്രോന് അവിടുത്തെ എക്സാം എഴുതി പാസ്സാവണ്ടേ? MD ഉണ്ടെങ്കിൽ എക്സാമിൻ്റെ ഇത് വേണ്ട. MD ഉണ്ടെങ്കിൽ MD പാസ്സായതിൻ്റെ ഒരു ഇത് മതി. ഓക്കെ, പിന്നെ ബ്രോന് ഇത്രയും നാളും ഫിലിപ്പീൻസിൽ നിന്നിട്ട് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏതാണ്? ഫുഡ് അവിടെ ഫിലിപ്പീൻസ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയ മറ്റേ പന്നിയുടെ വിഭവങ്ങൾക്കുണ്ട്. പന്നിയുടെ കുറച്ച് ലിംബോ അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഉണ്ട്. എല്ലാം കൊള്ളാം, നൈസാണ്. വൺ ടൈം ട്രൈ ചെയ്യാൻ. ഇവർ ഈ ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മധുരമാണ്. നമ്മുടെ കൂട്ട് മസാലകളൊന്നുമില്ല, ഫുള്ള് മധുരം മാത്രമേ ഇവർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ചിക്കൻ ഉണ്ടാക്കിയാലും മധുരം ഹണി ഒഴിക്കും, ബീഫ് ഉണ്ടാക്കിയാലും ഹണി ഒഴിക്കും, പന്നി ഉണ്ടാക്കിയാലും ഹണി ഒഴിക്കും. പക്ഷെ നമുക്കങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പക്ഷെ വൺ ടൈം കഴിക്കാം. ഓക്കെ, ഇപ്പോൾ ബ്രോന് ഫിലിപ്പീൻസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്രോ ഇത്രയും നാൾ 5.5 വർഷം നിന്നൊരാളാണല്ലോ, അപ്പം ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഫിലിപ്പീൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒബ്വിയസ്ലി അതൊരു ഐലൻഡ് കൺട്രിയാണ്. അവിടെ കുറേ ബീച്ചസ് ഉണ്ട്. നമ്മുടെ ബീച്ചസ് പോലല്ല, എല്ലാം നല്ല അടിപൊളി ബീച്ചസ് ആണ്. അവിടുത്തെ സൺസെറ്റ് അതിമനോഹരമായിട്ടുള്ള സൺസെറ്റാണ്. പിന്നെ അവിടെ അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഒരു ഇൻകം എന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇച്ചിരി നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും അവർ വെക്കുന്നുണ്ട് അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ തന്നെ. ഇപ്പം നിങ്ങൾ ഫിലിപ്പീൻസിലോട്ട് പോവുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ സെബു ഒരു സ്ഥലമാണ്. പലവാൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഐലൻഡുകൾ ചേർന്ന് നിൽക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ദ്വീപുണ്ട്. അത് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ അത് കാണാൻ. അത് മസ്റ്റ് വാച്ച് എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെ നിന്നും അത് കാണാൻ പറ്റും, അങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റുന്ന. അത് ചില സിനിമയിൽ വരെ വന്നിട്ടുണ്ട്. മണി ഹേസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ അവസാനം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ചോദ്യം, ഇപ്പം നമ്മൾ ഇവിടുന്ന് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഫിലിപ്പീൻ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാർ ഓടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? അത് ഒബ്വിയസ്ലി ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഫിലിപ്പീൻസ് ലൈസൻസ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ 1 മന്ത് 2 മന്ത് നമുക്ക് അവിടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടിച്ചാലും ബാക്കി അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താൽ മതി. ഇപ്പം ഷൂ ഇടണം, പാൻറ് ഇടണം. ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബൈക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷൂ ഇടണം, പാൻറ് ഇടണം, ഷോർട്സ് ഒന്നും പറ്റത്തില്ല, ഹെൽമെറ്റ് വെക്കണം. അതെല്ലാം ഫോളോ ചെയ്താൽ മതി. ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ 2 മാസത്തേക്ക് നമുക്ക് റിഡംഷൻ കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫിലിപ്പീൻ ലൈസൻസ് എടുക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2000-3000 പെസോയുടെ കാര്യമേ ഉള്ളൂ. ഇന്ത്യൻ ലൈസൻസ് പ്ലസ് ഈ ഒരു പൈസ തുകയും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അവിടെ നിന്ന് കിട്ടും. അതായത് ടെസ്റ്റ് ചെയ്ത് പാസ്സായി കിട്ടും. വലിയ ടെസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു രാജ്യമാണ്, കുറച്ച് കറപ്റ്റഡ് ആണ്. പക്ഷെ നമുക്കിപ്പോൾ UK എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ ഇന്ത്യൻ ലൈസൻസ് വാലിഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ തിയറി എഴുതി പാസ്സായിട്ട് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നമുക്ക് കിട്ടണം. കുറച്ച് ടഫുമാണ്. പക്ഷെ എനിക്ക് ഫിലിപ്പീൻസിൽ ഈ റൂൾ ഇഷ്ടപ്പെട്ടു. ഒരു ബൈക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുണ്ടെടുത്തോണ്ടൊന്നും ബൈക്ക് ഓടിക്കാൻ മുണ്ടെടുക്കാൻ പറ്റത്തില്ല. 3/4 അതെന്താണ് അതിന്റെ റീസൺ? അത് സേഫ്റ്റി എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ചോദിച്ചപ്പോഴും സേഫ്റ്റി എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. പാൻറ് ഇടാനേ പറ്റത്തുള്ളൂ. ക്രോക്സ്, ഇൻ കേസ് ക്രോക്സ് പോലും ഇടാൻ പറ്റത്തില്ല നമുക്ക്. ഷൂ മസ്റ്റാണ്. നമ്മൾ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ഷൂ മസ്റ്റാണ്, പാൻറ് മസ്റ്റാണ്, ഹെൽമെറ്റ് മസ്റ്റാണല്ലോ. പിന്നെ ഹെൽമെറ്റ് മസ്റ്റാണ്. അപ്പോൾ ബ്രോ 5.5 വർഷം ഫിലിപ്പീൻസിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 6-8 തവണ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രോയുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും നാളെ, അതായത് ഇപ്പോൾ 2025 ഒരു സ്റ്റുഡൻറ്റ് ഫിലിപ്പീൻസിലോട്ട് പോകുമ്പോൾ ഒരു പെട്ടിയിൽ എന്തൊക്കെ വേണം?